ഇത് ത്വായിഫ് പട്ടണത്തിലെ അൽ മത്ന പ്രദേശം. ഇവിടെ ഹൈവേയിൽ റോഡിനോട് ചേർന്നൊരു പള്ളി കാണാം. ഇസ്ലാം മതവിശ്വാസികൾ വേദനയോടെ ഓർക്കുന്ന ചരിത്ര സംഭവ സ്ഥലത്താണ് ഈ പള്ളി. ഖന്തറ, കാബിൽ, മദ്ഹൂൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന പള്ളി. ഇവിടെ വെച്ചാണ് ത്വായിഫിലെത്തിയ പ്രവാചകനെ തെരുവിലുള്ളവർ പിന്നാലെ ഓടി കല്ലെറിഞ്ഞത്. പ്രവാചകനും വളർത്തുപുത്രനായിരുന്ന സയ്യിദ് ബിൻ ഹരീത്തയും ഒന്നിച്ചാണ് ത്വായിഫിലെത്തിയത്. മക്കയിൽ വെച്ച് ഭാര്യ ഖദീജ ബീവിയും ശത്രുക്കൾക്കെതിരെ കൂടെ നിന്ന പിതൃ സഹോദരൻ അബൂ ത്വാലിബും മരണപ്പെട്ട വർഷമായിരുന്നു അത്. ദുഃഖവർഷമെന്ന് അറിയപ്പെട്ട ആ സമയത്താണ് മക്ക വിട്ട് ത്വായിഫിലുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകൻ എത്തുന്നത്. അവിടെയുള്ള ഗോത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവാചകത്വം തള്ളുകയും തെരുവിലുണ്ടായിരുന്നവരെ ഇളക്കിവിട്ട് കല്ലെറിഞ്ഞോടിക്കുകയും ചെയ്തു. ചോരവാർന്ന് പ്രവാചകൻ ഇരുന്ന സ്ഥലത്താണ് പിൽക്കാലത്ത് ഈ പള്ളി നിർമ്മിച്ചത്. പരിക്കേറ്റ് കിടന്ന പ്രവാചകന് ഈ പള്ളിയുടെ എതിർവശത്തുള്ള തോട്ടത്തിൽ നിന്നെത്തിയ അടിമ ബാലനായിരുന്ന ഹദ്ദാസ് മുന്തിരി നൽകിയതും ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. പഴവർഗ്ഗങ്ങൾ ഇന്നും നന്നായി വിളയുന്ന മണ്ണാണ് സൗദിയിലെ തണുത്ത കാലാവസ്ഥയുള്ള ത്വായിഫ്. പ്രവാചകൻ പരിക്കേറ്റു കിടന്ന ഈ പ്രദേശം ഇന്നും ഇസ്ലാമിക ചരിത്രാന്വേഷകരുടെ പ്രിയ സ്ഥലമാണ്. ബദറാണോ ത്വായിഫാണോ അങ്ങയെ കൂടുതൽ പ്രയാസപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ജീവിതത്തിൽ പ്രവാചകൻ നൽകിയ ഉത്തരവും ത്വായിഫ് എന്നായിരുന്നു.